ഉൽപ്പത്തി പുസ്തകത്തിലുള്ള വായന 38-ാം അധ്യായം. യൂദായും താമാറും. അക്കാലത്ത് യൂദ തൻ്റെ സഹോദരന്മാരിൽ നിന്നകന്ന് ഹീറ എന്നു പേരുള്ള ഒരു അദുല്ലാംകാരൻ്റെ അടുത്തേക്ക് ഇറങ്ങിത്തിരിച്ചു. യൂദ അവിടെ ശൂവ എന്നു പേരുള്ള ഒരു കാനാൻകാരൻ്റെ മകളെ കണ്ടു. അവളെ അവൻ സ്വന്തമാക്കി അവളെ പ്രാപിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അയാൾ അവന് ഏർ എന്നു പേരിട്ടു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ അവന് ഓനാൻ എന്നു പേരിട്ടു. അതേ തുടർന്ന് അവൾ വീണ്ടും ഒരു മകനെ പ്രസവിച്ചു. അവൾ അവന് ഷേല എന്നു പേരിട്ടു. അവൾ അവനെ പ്രസവിക്കുമ്പോൾ അയാൾ കെസീബിൽ ആയിരുന്നു. യൂദ തന്റെ കടിഞ്ഞൂൽ പുത്രനായ ഏറിനു വേണ്ടി ഒരു ഭാര്യയെ കൊണ്ടുവന്നു. താമാർ എന്നായിരുന്നു അവളുടെ പേര്. എന്നാൽ യൂദായുടെ കടിഞ്ഞൂൽ പുത്രനായ ഏർ കർത്താവിന് മുമ്പിൽ ദുഷിച്ചവനായിരുന്നു. കർത്താവ് അവനെ മരണത്തിനിരയാക്കി. അപ്പോൾ യൂദ ഓനാനോട് പറഞ്ഞു, നിന്റെ സഹോദരന്റെ ഭാര്യയെ പ്രാപിച്ച് അവൾക്ക് പ്രതിഭർത്താവായി നിന്റെ സഹോദരന് വേണ്ടി സന്താനത്തെ വളർത്തുക. സന്തതി തൻ്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തൻ്റെ സഹോദരന് സന്താനത്തെ നൽകാതിരിക്കാൻ തൻ്റെ സഹോദര ഭാര്യയെ പ്രാപിച്ചപ്പോൾ നിലത്തേക്ക് ബീജം സ്രവിപ്പിച്ചു. അവൻ ചെയ്തത് കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മയായിരുന്നു. അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി. അപ്പോൾ യൂദ തൻ്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു, എൻ്റെ മകൻ ഷേല വളരുന്നതുവരെ നിന്റെ പിതാവിൻ്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക. എന്തെന്നാൽ അവൻ ആത്മഗതം ചെയ്തു. സഹോദരന്മാരെ പോലെ ഇവനും മരിക്കരുതല്ലോ. താമാർ പോയി തൻ്റെ പിതാവിൻ്റെ വീട്ടിൽ താമസിച്ചു. നാളുകളേറെ കഴിഞ്ഞപ്പോൾ യൂദയായുടെ ഭാര്യ ശൂവായുടെ മകൾ മരിച്ചു. ദുഃഖാചരണകാലം കഴിഞ്ഞ് യൂദ തൻ്റെ സുഹൃത്ത് അദുല്ലാംകാരൻ ഹീറായുടെ കൂടെ തിമ്നായിലേക്ക് തൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി. ആരോ താമാറിനെ ഇപ്രകാരം അറിയിച്ചു, അതാ നിന്റെ അമ്മായപ്പൻ തൻ്റെ ആടുകളുടെ രോമം മുറിക്കാൻ തിമ്നായിലേക്ക് പോകുന്നുണ്ട്. ഷേല വളർന്നിട്ടും അവന് അവൾ ഭാര്യയായി നൽകപ്പെട്ടില്ല എന്നു കണ്ട് അവൾ തൻ്റെ മേലുണ്ടായിരുന്ന വിധവാ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് മൂടി. സ്വയം മറിച്ച് അവൾ തിമ്നായിലേക്കുള്ള വഴിയിൽ എനയും കവാടത്തിങ്കൽ ഇരുന്നു. യൂദ അവളെ കണ്ടു. അവൾ മുഖം മൂടിയിരുന്നതുകൊണ്ട് അവളെ ഒരു വേശ്യയായി അവൻ കരുതി. വഴിയിലേക്ക് അവളുടെ നേർക്ക് കുനിഞ്ഞ് അവൻ പറഞ്ഞു, വന്നാലും ഞാൻ നിന്നെ പ്രാപിക്കട്ടെ. തൻ്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല. അവൾ ചോദിച്ചു, താങ്കൾ എന്നെ പ്രാപിക്കുന്നതിന് എനിക്ക് എന്തു തരും? അവൻ പറഞ്ഞു, ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം. അവൾ ചോദിച്ചു, താങ്കൾ കൊടുത്തയക്കുന്നതുവരെ ഒരു ഈട് തരുമോ? അവൻ ചോദിച്ചു, ഞാൻ നിനക്ക് തരേണ്ട ഈട് എന്താണ്? അവൾ പറഞ്ഞു, താങ്കളുടെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും. അവൾക്ക് അവൻ കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു. അവൾ എഴുന്നേറ്റ് പോയി തൻ്റെ മേലുണ്ടായിരുന്ന മൂടുപടം മാറ്റി വിധവാ വസ്ത്രങ്ങൾ ധരിച്ചു. താൻ ഈട് കൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ അദുല്ലാംകാരനായ തൻ്റെ സ്നേഹിതന്റെ കയ്യിൽ യൂദ ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. എന്നാൽ അവളെ അവൻ കണ്ടെത്തിയില്ല. അവൻ അവളുടെ സ്ഥലത്തെ ആളുകളോട് ഇപ്രകാരം അന്വേഷിച്ചു, എനയീമിലെ വഴിവെക്കലുണ്ടായിരുന്ന വേശ്യ എവിടെ? അവർ പറഞ്ഞു, ഇവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല. അവൻ യൂദയായുടെ പക്കൽ തിരിച്ചു ചെന്ന് പറഞ്ഞു, ഞാൻ അവളെ കണ്ടെത്തിയില്ല. അവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല എന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത്. യൂദ പറഞ്ഞു, അവൾ അവ സ്വന്തമായി എടുത്തുകൊള്ളട്ടെ. നമ്മൾ പരിഹാസ്യരാകരുതല്ലോ. ഇതാ ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. നീയാകട്ടെ അവളെ കണ്ടെത്തിയുമില്ല. ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ യൂദയായ്ക്ക് ഇപ്രകാരം അറിയിപ്പ് കിട്ടി, തൻ്റെ മരുമകൾ താമാർ വേശ്യവൃത്തി നടത്തി. മാത്രമല്ല അവളിപ്പോൾ വേശ്യവൃത്തിയിലൂടെ ഗർഭിണിയുമാണ്. അപ്പോൾ യൂദ പറഞ്ഞു, അവളെ പുറത്തിറക്കുക, അവൾ ദഹിപ്പിക്കപ്പെടട്ടെ.
അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ, ഇവ ആരുടേതാണോ അയാളിലൂടെയാണ് താൻ ഗർഭിണിയായത് എന്ന് തൻ്റെ അമ്മായപ്പനോട് പറയാനായി ആളയച്ചു. അവൾ പറഞ്ഞു, ദയചെയ്ത് ഈ മുദ്രമോതിരവും വളയും വടിയും ആരുടേതെന്ന് തിരിച്ചറിഞ്ഞാലും. അവ തിരിച്ചറിഞ്ഞിട്ട് യൂദ പറഞ്ഞു, അവൾ എന്നേക്കാൾ നീതിമതിയാണ്. ഞാൻ അവളെ എൻ്റെ മകൻ ഷേലായ്ക്ക് കൊടുത്തില്ലെന്നു തന്നെ കാരണം അവൻ അവളെ പിന്നീട് ഒരിക്കലും അറിഞ്ഞില്ല. അവളുടെ പ്രസവത്തിന് സമയത്ത് അവളുടെ ഉദരത്തിൽ ഇതാ ഇരട്ടകൾ. അവൾ പ്രസവിക്കവേ ഒരുത്തൻ ഒരു കൈ നീട്ടി. അവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂതികർമ്മിണി പിടിച്ച് അവൻ്റെ കയ്യിൽ ചെമന്ന ഒരു ചരട് കെട്ടി. അവൻ തൻ്റെ കൈ പിൻവലിച്ചപ്പോൾ അതാ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. നീ എങ്ങനെ നിനക്കൊരു വഴി ഭേദിച്ചുണ്ടാക്കി എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവന് പേരസ് എന്നു പേരിട്ടു. പിന്നീട് കയ്യിൽ ചെമന്ന ചരടുള്ള അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവന് സേറഹ് എന്നു പേരിട്ടു.